ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. അവധിക്കാലത്തോടനുബന്ധിച്ച് ഉല്ലാസയാത്രകൾ വർദ്ധിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന് മികച്ച വരുമാനം. ഏപ്രിൽ മാസം മാത്രം 34,79,000 രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. മികച്ച വരുമാന നേട്ടം കൈവരിച്ച ഡിപ്പോകളിൽ ചേർത്തലയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഇവിടെ നിന്നും 9 ലക്ഷം രൂപയാണ് ലഭിച്ചത്. മാവേലിക്കരയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 7,90,000 രൂപ ലഭിച്ചു. മൂന്നാം സ്ഥാനം ആലപ്പുഴ ഡിപ്പോയ്ക്കാണ്. ഇവിടെ 4,98,000 രൂപ ലഭിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 1 കോടിക്ക് മുകളിലാണ് ആലപ്പുഴയിൽ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ 7 ഡിപ്പോകളിൽ നിന്നും ഉല്ലാസയാത്രകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക തീർത്ഥാടന യാത്രകളും ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പുതുതായി ഗോവ ട്രിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വർദ്ധിച്ച ജനസംഖ്യാനുപാതം അനുസരിച്ച് പദ്ധതി വിഹിതം കൂട്ടണമെന്ന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെങ്ങന്നൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് N. അരവിന്ദാക്ഷൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തൃപ്പാദം വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജനറൽ ലതാങ്കൻ, ജില്ലാ സെക്രട്ടറി പ്രഭാകരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി PA തോമസിനെയും സെക്രട്ടറിയായി മധുസൂദനക്കുറുപ്പിനെയും തെരഞ്ഞെടുത്തു. സ്ഥിരമായ തൊഴിലോ തൊഴിലിടമോ ഇല്ലാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളികളെ ക്ഷേമ ബോർഡും സർക്കാരും മുൻകൈയെടുത്ത് സംരക്ഷിക്കണമെന്ന് അസംഘടിത തൊഴിലാളി സംഘ് ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് K. സദാശിവൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് G. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M. മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി C. ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് G. ഗോപകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി C. ഗോപകുമാറിനെയും തെരഞ്ഞെടുത്തു. ചേർത്തല മരുത്തോർവട്ടം ധന്വന്തരി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു. ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ദേവസ്വം പ്രസിഡന്റ് G. സജികുമാർ, മാനേജർ ഗോപിനാഥൻ നായർ, സെക്രട്ടറി J. സജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ആലപ്പുഴയിലെ ആറാട്ടുപുഴ കിഴക്കേക്കര സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 40-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് വിവരം. 2 ആഴ്ച മുമ്പ് അരയ്ക്ക് താഴെ തളർന്നുപോയ രോഗി തുടർ ചികിത്സയിലായിരുന്നു. 6 മാസം കൂടുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷനും പരിശോധനയ്ക്കുമായി ഏപ്രിൽ 16-ന് ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവിടെ ശേഖരിച്ച രക്തസാമ്പിളിൻ്റെ പരിശോധനാ ഫലം പോസിറ്റീവായി. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് വാർഷികം നടന്നു. സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VC ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി I. ഹലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഖജാൻജി ജേക്കബ് ജോൺ, ജില്ലാ രക്ഷാധികാരി K. അശോക പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങന്നൂരിൽ MC റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 10 വർഷം മുമ്പ് നവീകരിച്ച റോഡിൽ ഇതുവരെയും കാര്യമായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. ഇതുമൂലം റോഡ് പലയിടങ്ങളിലും പൊളിഞ്ഞു തുടങ്ങി. റോഡിന്റെ കാലപ്പഴക്കവും വാഹനങ്ങളുടെ വേഗവും കൂടിയാവുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 2 ആഴ്ച മുമ്പ് ചെങ്ങന്നൂർ നഗരത്തിലെ പുത്തൻവീട്ടിൽ പാലത്തിന് സമീപം KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുളക്കുഴയിൽ KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നീളം കൂട്ടുവാനുള്ള നടപടികൾ തുടങ്ങി. തുറവൂരിൽ മണ്ണ് പരിശോധന തുടങ്ങി. തുറവൂർ ജംഗ്ഷനിലെ 12.75 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന പാത ഇനി 13.24 കിലോമീറ്ററായി മാറും. ആകെ തൂണുകളുടെ എണ്ണം 384-ൽ നിന്നും 366 ഉയരും. അധികമായി വരുന്ന തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന തുറവൂർ ജംഗ്ഷനിൽ ആരംഭിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.